നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഇതൊന്നും എൻ്റെ പേര് പറഞ്ഞാൽ കീബോർഡ് ടച്ചിങ് ഗെയിമാണ്. പക്ഷേ ഇത് ഒത്തിരി ഗെയിംസ് കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നൊക്കെ പറഞ്ഞാൽ ഈ ഗെയിമിൻ്റെ അകത്ത് നല്ല ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് മോശം അഭിപ്രായം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ഇത് കുറച്ചു നേരമായി കളിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ എനിക്കിതിൻ്റെ അകത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഴാൻ പറ്റി ഇതുണ്ട്. ഇതിൻ്റെ അത് ഭയങ്കര ഹാർഡാണ്. ഇതുണ്ട് ഇങ്ങനെയൊക്കെ കയറിയുണ്ടോ, ഇങ്ങനെയൊക്കെ സംഭവിക്കും. നമുക്ക് ഇച്ചിരി ഗ്ലിച്ച് അടിക്കുകയും പറ്റും. ശരിക്കും എനിക്ക് മാത്രമേ ഇതിന് ചിലപ്പോൾ ബോളുണ്ടോ. ഞാൻ ഈ ഷൂസൊക്കെ ചേഞ്ച് ചെയ്തായിരുന്നു. ഈ 2000 മിനിറ്റ്സ് എടുക്കണം അടുത്ത്. അതെയാ ഇതെന്താ എന്നെ തപ്പിയായോ ഒന്നോ ആരാണ്ട് വന്നു. പക്ഷെ ഞാൻ എൻ്റെ പേര് കാണിക്കത്തില്ല. ഇവനോ ഇത് ഇവനാണ് കിഷു. ഇതൊക്കെ ചൈനീസ് ആണ്. അന്ന് ഞാൻ സ്റ്റീല ബ്രെയിൻ റോട്ട് കളിക്കാൻ നേരത്തായിരിക്കും. അന്ന് ഞാൻ ഇതുപോലത്തെ കുഷു എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ കണ്ടായിരുന്നു. ഞാൻ ഏതോ ഒരു ബ്രെയിൻ റോഡ് കൊടുത്തെന്ന് പറഞ്ഞ് എനിക്കൊരു അറിയാതെ Oh my god. Oh man. കുറച്ച് വരുന്നുണ്ടോ? ഇല്ല, ഇത് ഓടിപ്പോകാൻ പറ്റത്തില്ല. ചിലപ്പോൾ അടയുമായിരിക്കും. ഇപ്പം ഓടി അപ്പം ചാവും. അയ്യോ, എനിക്കറിയാം. ഇത് ഭയങ്കര വേഗം മേളോട്ടുണ്ട്. മുന്നൂറിൻ്റെ വിങ്സ് തന്നെ കളത്തിക്കൊണ്ടിരിക്കണമെന്നാ. അടക്കത്തില്ല. ഞാൻ ഇത്ര ലെവലായി. ലെവൽ 50 ഉള്ള ലെവൽ 20 ഞാൻ വേറെ ഇത് കളിക്കണ്ട. കുറച്ചുകൂടെ മോശം. നമുക്ക് ഞാൻ ഇതിൻ്റെ ഒരു പാർട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്കിൽ നമുക്കിനി ഇത് പിന്നെ ഈ ഗെയിം അല്ല, ഇന്ത്യൻ ഗെയിം അല്ല. ഇതുമായിട്ട് നമുക്ക് ഒന്നുകൂടെ റോബ്ലോക്സ് എടുക്കാം. അങ്ങനെയൊക്കെ ഇപ്പോൾ ഓക്കെ ഗൈസ്. ഇനി നമ്മൾ എന്തോ എടുക്കും? നമ്മൾ കളിക്കുന്നതെന്ന് പറഞ്ഞാൽ കീബോർഡ് വേണ്ട, സ്ലാബ് ടവർ കളിക്കാം. ഇത് ഇന്നലെ ന്യൂബ് മാസ്റ്റർ കളിച്ചൊരു ഗെയിമായിരുന്നു. ന്യൂബി കളിച്ചൊരു ഗെയിമായിരുന്നു. ഗൈസ് എനിക്ക് ന്യൂബിയുടെ ഫ്രണ്ട് ആവണമെന്നുള്ളത്. പക്ഷേ ഗൈസ് എനിക്ക് ന്യൂബിയുടെ ഫ്രണ്ട് ആവണമെന്നുണ്ട്. പക്ഷേ അവൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അവൻ്റെ ന്യൂബ് മാസ്റ്റർ തന്നെയാണ് റോബ്ലോക്സിൻ്റെ പേര്. പക്ഷേ എനിക്ക് അവനൊരു ഫ്രണ്ട് ആവണമെന്നുണ്ട്. പക്ഷേ കാസ്ട്രോടൊക്കെ ഞാൻ ഒത്തിരി വട്ടം അവനോട് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവൻ എന്നെ തിരിച്ചാഡ് ചെയ്യുന്നില്ല. അതെന്തുവാ നടക്കത്തില്ല. ഡീമൻ ഓടാക്കാം. ഡീമൻ വന്നിരിക്കുന്നു. ഡീമനെന്ന് പറഞ്ഞ് ഒഴിച്ചു വന്നു. ഡീമനെന്ന് പറഞ്ഞ് വന്നേക്കുന്നു ഒത്തിരിയാണ്. ഇതങ്ങനെ ഇവിടുത്തെ പ്രശ്നം. ഇതുണ്ട് ഇങ്ങനെ അടിച്ചില്ല. അടിച്ചിട്ട് ഓടച്ചാല് ഈ നമ്മളാണ് തന്നെ അടിക്കും. അപ്പോൾ നന്മയുള്ളവനാണ്. ഇന്നെ അടിച്ചിട്ടുണ്ട്. ഓടിക്കോടാ മഹേഷ്. തമ്പി ഓടാ, ഓട്. ഇപ്പം എന്തുവായിരുന്നു? ഇപ്പോഴോ
ഉള്ളല്ലാതെ ഞാൻ താഴെ ഇടും. ഇവിടെ ഞെക്കിയ ഓടിവാ അണ്ണരക്കണ്ണ ഓടിവാ അണ്ണ. പടാ നിനക്ക് വരണ്ടേ? രണ്ടെണ്ണം ഓടി വെച്ചില്ല. ആ ഓടിയോ കൂടി ആയിട്ടില്ല. ചേട്ടൻ്റെ വീട്ടിലെ പട്ടിക്ക് വേ പിടിച്ചു. ഒരുത്തനെ ഇങ്ങോട്ട് കയറത്തില്ല. ഇങ്ങോട്ട് ഓടിവാ ഓടിവാ. കാപ്പി കാപ്പി ഓടിവാ അണ്ണരിക്കണ്ണ് ഓടിവാ. എന്നാ തുമ്പി പാടി വലിയ കാര്യത്തിൽ കൂടെ ഞാൻ ഇത് കൂടി കേട്ടോ. സെൻറ്റോട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളെ അങ്ങനെ ചെയ്യത്തില്ല കേട്ടോ. എൻ്റെ ഫ്രണ്ട്സിനെ മാത്രം ഞാൻ ഇങ്ങനെ ചെയ്യത്തില്ല. നിങ്ങളെ പാടാണ് നിൻ്റെ റോബോട്ട്സ് തീർക്കുന്നിടം വരെ ഞാൻ നിന്നോടെ കയറ്റത്തില്ല. നീ ആ വഴി വന്നാലും എനിക്കൊരു കുണ്ടോ ഇല്ല. ആ വഴി വരും. നമസ്തേ. ഞാൻ മേളോട്ട് പോകുന്നില്ല. എല്ലാവരും മേടിച്ചാലേ ഞാൻ പോകത്തുള്ളൂ. ഫ്രണ്ട്സിനെല്ലാം വിളിച്ചോണ്ട് പോകണം. അല്ല നീന ഹാക്ക് ചെയ്യാൻ പറഞ്ഞ പോലെ അവിടെ എൻ്റെ പേര് ഉമ്മ കാണാൻ പറ്റും. എൻ്റെ ശരിക്കുള്ള അക്കൗണ്ടൊക്കെ വേണം. പാസ്വേഡ് വേണം. ജോലിയുടെ പാസ്വേഡ് വെക്കാനും പറ്റും. ജോലിക്ക് തന്നെ ഞാൻ കാണാൻ പറ്റും. எப்படி எப்படி இருக்கும்? தம்பி முடியா இருக்கு അങ്ങനെ അടിച്ചു വിടുறாங்க. ഞാൻ പിന്നെ കേട്ട അയ്യോ അത് വേണ്ട, ഇവനെ ഞാൻ കളഞ്ഞവനെ. ആ വഴി വരും. വലിയ കാര്യത്തിലങ്ങ് ചാടിയോ അത് ചാടിയാ അവിടെ വീഴും. ഓടിവാ അവിടെ നല്ല കളിയാണ് ഗൈസ്. എനിക്ക് ഈ ഗെയിം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ നിന്നാ പക്ഷെ ചിലർ തന്നെ ആ പണി നിന്നിട്ടുണ്ട്. എൻ്റെ എന്നെയാണ് ഈ ഗെയിം എന്നെ ഇന്നലെ എത്ര വട്ടം അടിച്ചെന്നറിയുമോ? ഇതിൻ്റെ പകരം ശിക്ഷ ഞാൻ ഇവിടെ കൊടുക്കുക. അയ്യോ ആ നമുക്ക് ലാസ്റ്റ് ആരും ഇല്ലാത്തപ്പോൾ അങ്ങ് ഓടാം. എങ്ങനെയുണ്ട് ഐഡിയ? നിൻ്റെ പേരെന്തോ ലൂ ഏതൊക്കെ എന്നാ അടിച്ചിടുന്ന അടി കണ്ടു എന്നെ പിടിച്ചു. അടിയടാ ഒന്ന്
അവനെ പേടിച്ചുകൊണ്ടിരിക്കുന്നു. അയ്യോ അത് ശരിയോ, റോബർട്ട്സ് ഉള്ളവരോട് ഇങ്ങനെ ചെയ്യില്ല. ഒരു 500 100 1000 റോബർട്ട്സ് ഒക്കെ ഉള്ളവരോട് നമ്മൾ തീർന്നു. ആ ഫൈൻ കാർപ്പറ്റ് എടുത്ത് കൂടെ നിങ്ങൾ ലാൻഡ് ചെയ്തിട്ടോ ഇങ്ങനെ ഒരു അടി അടിക്കും. ആ അപ്പം ശരി ഈ പട്ടം കിട്ടും. അപ്പം ഈ വഴിയും കയറാം. ഇപ്പോഴാണ് ടെക്നിക്ക് പിടി കിട്ടി. ഇപ്പം ടെക്നിക്ക് പിടി കിട്ടി. ഓടിപ്പടി ഇതാരുടെ ട്രിക്കാണ് കണ്ടുപിടിച്ച്. ആ നേരത്തെ പുണ്യം കണ്ട 2 പെണ്ണുകൾ വന്നായിരുന്നു. എന്നെ പേടിച്ച് ഇവിടെ എല്ലാം ഇരിക്കുക. അടിയാണോ? പക്ഷേ ഞാൻ ഈ ഒരുത്തരെ ഞാൻ ഇങ്ങോട്ട് കടക്കത്തില്ല. ഞാൻ എന്നോട് മാപ്പ് പറഞ്ഞാൽ ഞാൻ ചെയ്യാം. പക്ഷെ എന്നോടൊരു മാപ്പും തരത്തില്ല. അതങ്ങനെ ഹാക്കർ 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 ഇത് വെറുതെ വിടാൻ പറ്റത്തില്ല. ഹാക്കർ, യു ആർ ഹാക്കർ. ഞാൻ മനസ്സിലായി, ഇപ്പം മനസ്സിലായി ഇമാര് ഹാക്കറാണ്. എടാ ഇതൊക്കെ അടിച്ചോനെ ഞാൻ നിന്നെ പുറന്ന് കഴിക്കാൻ അടിക്കുന്നു. എടാ അവനെ ഞാൻ മര്യാദക്ക് പോലും അടിച്ചില്ല. എടാ അവിടെ മിക്കവാറും എന്നെ എനിക്ക് കയറ്റത്തില്ല. ആ വഴി പോകാനും പറ്റത്തില്ല. പോയ അപ്പം അവിടത്തെമാരടിക്കും. അടിച്ചിട്ടുണ്ടെ പുറം അടിക്കാതി. നല്ല മനസ്സുള്ള നല്ല 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 മനസ്സുള്ളവര് ഈ പെണ്ണുങ്ങളുടെ ആരാ ഓക്കെ ഞാൻ പോവാണ്.